എയ്ഡഡ് നിയമനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയരുന്ന വലിയൊരു വിവാദത്തിൽ നിന്ന് സർക്കാർ തലയൂരാൻ ശ്രമിക്കുകയാണ്. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിന്റെ നിർണായകമായ ഒരു നീക്കമാണിത്. NSSന് അനുകൂലമായ സർക്കാർ ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാമെന്ന നിയമോപദേശം സർക്കാരിന് കിട്ടി. ഇതനുസരിച്ച് ഉത്തരവ് എല്ലാവർക്കും ബാധകമാക്കി ഉടൻ ഉത്തരവിറക്കും. അന്തിമ തീരുമാനം സുപ്രീം കോടതി വിധി അനുസരിച്ചാകുമെന്നാണ് ഉപാധി ഇതിലുണ്ടാവാൻ സാധ്യത. ഇപ്പോൾ ക്രൈസ്തവ സഭകളൊക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങി തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെ വലിയ മുൾമുനയിൽ നിർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ആ ഒരു സമ്മർദ്ദം മറികടക്കാൻ നിയമോപദേശം തേടിയത്. സർക്കാരിന് ഇപ്പോൾ കിട്ടിയ നിയമോപദേശം അനുസരിച്ചുകൊണ്ട് സുപ്രീം കോടതി NSSന് അനുകൂലമായി NSSന്റെ ഹർജിയിൽ കൊടുത്ത ഉത്തരവുണ്ട്. ഭിന്നശേഷിക്കാരായ അധ്യാപകരുടെ നിയമനത്തിന് മാറ്റിവെച്ച സീറ്റുകൾ ഒഴികെ ബാക്കി അധ്യാപക നിയമനത്തിൽ നിയമനം നടത്താം, അതിന് അംഗീകാരം കൊടുക്കാം. യഥാർത്ഥത്തിൽ ആ സുപ്രീം കോടതി ഉത്തരവിൽ തന്നെ ഇത് സിമിലർ കമ്മ്യൂണിറ്റികൾക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ടും സർക്കാർ മറ്റുള്ളവരുടെ അപേക്ഷ പരിഗണിക്കാതിരിക്കുകയായിരുന്നു. ക്രൈസ്തവ സഭയൊക്കെ തന്നെ ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോഴും അന്നത്തെ AG കൊടുത്ത നിയമോപദേശം ഇത് NSSന് മാത്രം ബാധകമാണ് എന്നുള്ളതായിരുന്നു. അതിൽ പിടിച്ചുകൊണ്ട് സാമ്പത്തിക ബാധ്യത പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 20,000-ഓളം അധ്യാപകരുടെ നിയമനത്തിൽ ഇപ്പോഴും സർക്കാർ അനുകൂല തീരുമാനം എടുക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ സഭ ഉൾപ്പെടെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ശക്തമായ സമ്മർദ്ദം കൊണ്ടുവന്ന സമയത്താണ് വീണ്ടും സർക്കാർ നിയമോപദേശം തേടാൻ തീരുമാനിച്ചത്. ഇപ്പോൾ സർക്കാരിന് അനുകൂലമായ നിയമോപദേശം കിട്ടിയത് അത് മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാം എന്നുള്ള രീതിയിലാണ്. അതനുസരിച്ചുകൊണ്ട് ഉത്തരവ് ഉടൻ ഇറക്കാനാണ് നീക്കം. പക്ഷേ ആ ഉത്തരവിൽ ഒരു ക്ലോസ് വെക്കും. ഇതിന്റെ അന്തിമമായ കാര്യങ്ങൾ, അന്തിമമായ തീർപ്പ് സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമെന്നതാണ് ഈ പറയുന്ന എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് വലിയ തുക കൊടുത്ത് നിയമനം നേടുകയും അത് സ്ഥിരപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ, അധ്യാപകരുടെ വലിയൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ എത്ര പേർക്ക് ഈ ഉത്തരവ് നടപ്പാകുകയാണെങ്കിൽ ഒരു ആശ്വാസമാവും? 10,000-20,000-ഓളം അധ്യാപകരുടെയെങ്കിലും തസ്തിക സ്ഥിരപ്പെടുമോ? മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിനിടെ കണക്ക് പറഞ്ഞത് ഏതാണ്ട് 20,160 സംതിങ്, അതായത് 20,000-ലേറെ അധ്യാപകർക്ക് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ മറ്റ് പല KCBC, ക്രൈസ്തവ മാനേജ്മെന്റിലെ മറ്റ് മുസ്ലിം മാനേജ്മെന്റുകൾ, അങ്ങനെ പലരും സിംഗിൾ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ നിയമന അംഗീകാരത്തിനായി കയറി ഇറങ്ങുകയാണ് വിദ്യാഭ്യാസ ഓഫീസുകൾ. മാത്രമല്ല ഏതാണ്ട് ഒരു 7-8 വർഷമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട്. ഇവരുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ ആശ്വാസമായി വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാം സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് ആഴ്ചകൾക്ക് മുമ്പ് ഒരു വലിയ സമരം കർദിനാൾ ക്ലെമീസ് കാതോലിക്ക ബാവ നയിച്ചു വന്നിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ സർക്കാരിന് വലിയ രീതിയിൽ അമ്പരപ്പുണ്ടാക്കുന്നതാണ്. എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകളും, സിംഗിൾ മാനേജ്മെന്റ് ഉൾപ്പെടെ, എയ്ഡഡ് മാനേജ്മെന്റ് അസോസിയേഷൻ ഉൾപ്പെടെ, ക്രൈസ്തവ സഭ ഉൾപ്പെടെ കൈകോർത്തുകൊണ്ടാണ് അന്ന് വന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ രോഷം തണുപ്പിക്കുകയാണ് ഇതുവഴി സർക്കാർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ PG ചോദിച്ച ചോദ്യമാണ്, ഇത് നേരത്തെ തന്നെ ചെയ്യാവുന്നതായിരുന്നു. അത് ചെയ്യാതെ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ നീട്ടിക്കൊണ്ടുപോയി അവസാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ബോധോദയം ഉണ്ടായതെന്ന് ഒരു വേറൊരു ആംഗിളിൽ പറയാം.